ഫൈനൽ എക്സാമിന് തോൽക്കുന്ന ചില വിദ്യാർത്ഥികളുണ്ട്. ആരൊക്കെയാണ് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് തോൽക്കാൻ പോകുന്ന കുട്ടികൾ? ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തേണ്ടതുണ്ട്. ഓണപരീക്ഷക്ക് വിചാരിച്ച മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല, കുഴപ്പമില്ല, ഇനി ഇത് പോട്ടെ, ഇനി എന്തായാലും കഴിഞ്ഞില്ല, ഇനി എൻ്റെ ക്രിസ്മസ് പരീക്ഷ നോക്കാം. അങ്ങനെ ക്രിസ്മസ് പരീക്ഷ ഇത് നോക്കാം, അതായത് അടുത്തതിൽ പിടിക്കാം. ഓണം കഴിഞ്ഞ് ഇനി അടുത്തതിൽ പിടിക്കാനുള്ള മൈൻഡ് സെറ്റിൽ അവരങ്ങനെ ക്രിസ്മസ് പരീക്ഷ ഇങ്ങനെ അടുത്തടുത്ത് എത്തു. സ്വാഭാവികം എന്തൊക്കെയാണ് ഓണപ്പരീക്ഷ സംഭവിച്ചു അതുപോലെ തന്നെ ക്രിസ്മസ് പരീക്ഷ സംഭവിച്ചു. അപ്പോഴും വിചാരിച്ചേ ഇപ്പൊ ഇനി കുഴപ്പമില്ല, ഞാൻ അടുത്തതിൽ പിടിക്കാം, ഫൈനൽ എക്സാം പിടിക്കാം. അങ്ങനെ ഇതേ മൈൻഡ് സെറ്റിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ ഇതേ അവൻ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ തന്നെ പോയി ഫൈനൽ എക്സാമും എന്നെ കൊണ്ട് പിടിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിയപ്പോഴവരെ ഫൈനൽ എക്സാം എഴുതുമ്പോഴാണ് അവർ നിർബന്ധമായും പരീക്ഷയ്ക്ക് തോൽക്കും. എന്താ ഈ പരീക്ഷയ്ക്ക് തോൽക്കാൻ വേണ്ടി അവനിലേക്ക് അവനെ ഹുക്ക് ചെയ്ത കാര്യം എന്താ? അവന്റെ മൈൻഡ് സെറ്റ്, അവന്റെ ചിന്താഗതിയാ. അവന്റെ മൈൻഡ് സെറ്റ് എന്താ? ഇതിങ്ങനെ പോട്ടെ, അടുത്തതിൽ പിടിക്കാം. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ തന്നെ എത്ര തവണ ഈ ഒരു കാര്യം അടുത്തതിൽ പിടിക്കാം, ഇത് പോട്ടെ, കഴിഞ്ഞ് അടുത്തതിൽ നോക്കാം. നിങ്ങൾ എത്ര കാര്യം അടുത്തതിൽ നോക്കിയിട്ടുണ്ട്? എത്ര എണ്ണം നിങ്ങൾ അടുത്ത് പിടിച്ചു? പല കാര്യങ്ങളും നിങ്ങൾ അടുത്തതിലേക്ക് മാറ്റി വെച്ചു, പക്ഷെ എത്ര നിങ്ങൾ പിടിച്ചു? എത്ര അടുത്തത് നിങ്ങൾ നേടിയെടുത്തു? നിങ്ങൾ പലരും നേടിയെടുത്ത് കാണില്ല. വളരെ റയർ ചില കുട്ടികൾ അടുത്ത് നേടിയെടുത്ത് കാണും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, നമ്മൾ മാറ്റി വെക്കുന്ന ഒരു മൈൻഡ് സെറ്റ്. അടുത്തിൽ പിടിക്കുക, അല്ലെ പോട്ടെ നെക്സ്റ്റ് നോക്കാം, അല്ലെങ്കിൽ ഈ നെക്സ്റ്റ് നോക്കാം എന്ന് പറയാല്ലാതെ നമ്മൾ അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നില്ല. അത്തരം ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മക്കളെ എഴുതി വെച്ചോ, നിങ്ങൾ 9ാം ക്ലാസ്സിലെ പരീക്ഷ തോൽക്കുമെന്ന് മാത്രമല്ല, യു വിൽ ബി ദ അട്ടർ ഫെയിലിയർ ഇൻ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം 10ാം ക്ലാസ്സിലേക്ക് പുതിയ സിലബസ് ആണ്, പുതിയ ടെക്സ്റ്റ് കംപ്ലീറ്റ് മാറാം 10ാം ക്ലാസ്, ഒരു സംശയം വേണ്ട. അടുത്ത വർഷം 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ 10ാം ക്ലാസ്. ഇത്രയും കാലം നിങ്ങൾ കാണാത്തൊരു 10ാം ക്ലാസ് തന്നെയായിരിക്കും. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സിലബസ് ആണ്, എക്സാം പാറ്റേൺ ഒക്കെ മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോഴും നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അടുത്തതിൽ പിടിക്കാമെന്ന മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ മക്കളെ പരീക്ഷ തോൽക്കും. ഇപ്പൊ നിങ്ങൾ പലരും പറയുന്നൊരു എക്സ്ക്യൂസ് ഉണ്ട്, സാറേ പുതിയ സിലബസ് അല്ല സാറേ, പുതിയ ടെക്സ്റ്റ് ബുക്ക് അല്ല സാറേ, ഇതെല്ലാം കൂടി ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കുക സാറേ? എടാ മക്കളെ, എക്സ്ക്യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരാൾക്കും പറഞ്ഞ് സ്കിപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് എക്സ്ക്യൂസസ്. അത് പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്ന തലേ ദിവസം വരെ നമ്മൾ പറയും. ഈ എക്സ്ക്യൂസ് എന്ന വാക്ക് നമ്മൾ അവിടെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ലൈഫിൽ എക്സ്ക്യൂസ് എന്ന വാക്ക് വെട്ടിക്കളയാം. ഇനി എക്സ്ക്യൂസ് പറയാൻ നിങ്ങൾക്ക് നേരല്ലേടാ, ആകെ ഒരു മാസമേ നിങ്ങളുടെ കയ്യിലുള്ളൂ. അപ്പൊ അടുത്തൊരു എക്സ്ക്യൂസ് നിങ്ങൾ എന്താ പറയാറോ? നിയാൽ സാർ ഇനി ആകെ ഒരു മാസമല്ലേ ഉള്ളൂ, ഇത് ഞങ്ങൾക്ക് എങ്ങനെയാ പഠിക്കാൻ കഴിയും, ഞങ്ങളിത് ഒഴിവാക്കട്ടെ, അല്ലെങ്കിൽ അടുത്തതിൽ പിടിക്കാം. ഇപ്പോഴും നിങ്ങളുടെ മനസ്സെന്താ? എന്നെ കൊണ്ട് കഴിയില്ല, കുറച്ച് സമയം ബാക്കിയുള്ളൂ. നിങ്ങളിവിടെ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കേണ്ട നിങ്ങൾ മൈൻഡിലേക്ക് കൊടുക്കേണ്ട കാര്യം എന്തായിരുന്നു നിങ്ങൾക്ക്? എടാ, നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാ, നിങ്ങൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കുന്ന കുട്ടികളല്ല. അങ്ങനെ ഒരു കുട്ടിയും ഈ ദിവസം വരെ ഒരാളും ഉണ്ടായിരിക്കില്ല എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച കുട്ടികൾ. നിങ്ങളുടെ മൈൻഡിൽ പറയുന്ന ഒരു കാര്യം, ഐ ആം ഗെറ്റിംഗ് റെഡി ഫോർ മൈ ഫൈനൽ എക്സാമിനേഷൻ. ഞാൻ എൻ്റെ ഫൈനൽ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ചിന്ത മാത്രം മതി നിങ്ങളുടെ മൈൻഡിൽ. ഐ ആം ഗെറ്റിംഗ് റെഡി ഫോർ മൈ ഫൈനൽ എക്സാമിനേഷൻ. എൻ്റെ 9ാം ക്ലാസ്സിലെ പരീക്ഷ അടുത്ത മാസം വരാൻ വേണ്ടി ഞാൻ അതിന് തയ്യാറെടുക്കുന്ന ആളാണ്. എന്താ തയ്യാറെടുക്കുന്ന കുട്ടികളുടെ പ്രത്യേകത? തയ്യാറെടുപ്പിൽ ചിലപ്പോൾ ഒരു ചാപ്റ്റർ മാത്രം പഠിച്ച കുട്ടിയായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഒരു 5 ചാപ്റ്റർ പഠിച്ച കുട്ടിയായിരിക്കാം, ഞാൻ ചിലപ്പോൾ 10 ചാപ്റ്റർ പഠിച്ച കുട്ടിയായിരിക്കാം. ഈ 3 കുട്ടിയും ആ ടെക്സ്റ്റ് ബുക്ക് മൊത്തം പഠിച്ച കുട്ടികളല്ല. ദേ ആർ ഗെറ്റിംഗ് റെഡി ഫോർ യുവർ ഫൈനൽ എക്സാമിനേഷൻ. അവരവരുടെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തോണ്ടിരിക്കുക. ഈ ഒരു ചാപ്റ്റർ പഠിച്ച കുട്ടി നാളെ അവൻ 2ാമത്തെ ചാപ്റ്റർ അവൻ കംപ്ലീറ്റ് ചെയ്യും, 3ാം ദിവസം 3ാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യും. അവന്റെ മനസ്സിലുണ്ട്, ഞാൻ എൻ്റെ പരീക്ഷ തയ്യാറെടുക്കുന്ന ആളാ. ഈ ഒരു ചിന്ത നിങ്ങളുടെ മൈൻഡിലുണ്ടോ, നിങ്ങൾ രക്ഷപ്പെട്ട്. അല്ലാതെ ഇത് ഇനി എനിക്ക് സമയമൊന്നുമില്ല, ഞാൻ അടുത്തതിൽ പിടിക്കാമെന്നാണ് നിങ്ങളുടെ മൈൻഡിലെങ്കിൽ, ഞാൻ വീണ്ടും അണ്ടർലൈൻ ചെയ്ത് പറയാം മക്കളെ, നിങ്ങൾ തോറ്റ കുട്ടികൾ, ഒരു സംശയമില്ല. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മൾ ഈ വീഡിയോന്റെ താഴെ നിങ്ങൾ കമന്റ് ചെയ്യേണ്ട കാര്യം, ഐ ആം ഗെറ്റിംഗ് റെഡി ഫോർ മൈ ഫൈനൽ എക്സാം. ഞാൻ എൻ്റെ ഫൈനൽ എക്സാമിനേഷൻ ഞാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് പഠിച്ച ഒരു ചാപ്റ്ററോളൂ, ഞാൻ കംപ്ലീറ്റ് എൻ്റെ പരീക്ഷ ഒരു മാസമല്ലേ എനിക്ക്. ഇന്ന് ഞാൻ ആകെ ഒരു ചാപ്റ്ററെ പഠിച്ചിട്ടുള്ളൂ എങ്കിലും നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ താഴെ കമന്റ് ചെയ്തു, ഐ ആം ഗെറ്റിംഗ് റെഡി ഫോർ മൈ ഫൈനൽ എക്സാമിനേഷൻ. നിങ്ങൾ 0 ചാപ്റ്റർ ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ നാളെ മുതൽ ഇപ്പം മുതൽ പഠിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് എന്ന ബോധ്യം വരുന്ന കുട്ടികൾ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോ, ഐ ആം ഗെറ്റിംഗ് റെഡി ഫോർ മൈ ഫൈനൽ എക്സാമിനേഷൻ. ഈ ഒരു തോട്ട്, ഈ ഒരു മൈൻഡ് സെറ്റ്, ഈ ഒരു പോസിറ്റീവ് ചിന്ത, ഞാൻ വീണ്ടും പറയുന്നത്, നമ്മളെ വിജയിപ്പിക്കും നമ്മൾ പരാജയപ്പെടുന്നതൊക്കെ നമ്മുടെ മൈൻഡ് സെറ്റാ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളെപ്പറ്റി ചിന്തിക്കുക, നാളെ ഞാൻ സൊസൈറ്റിയിൽ എങ്ങനെ അറിയപ്പെടേണ്ട ആളാണ്, എൻ്റെ ഫാമിലി, സാറേ ഞങ്ങൾ കുടുംബത്തിൽ ഇതുവരെ പഠിച്ച ആരും എവിടെ എത്തിയിട്ടൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അതിന് സാധിക്കൊന്നുമില്ല എന്ന നെഗറ്റീവ് മൈൻഡ് സെറ്റാണ് നിങ്ങളുടെ മൈൻഡിലെങ്കിൽ നിങ്ങൾ വെറും നെഗറ്റീവായി ഒരു കുട്ടിയും അറിയപ്പെടാതെ പോകുന്ന വളരെ സാധാരണ ഒരാളെ നിങ്ങൾ മാറും. നേരെ മറിച്ച് നിങ്ങളുടെ മൈൻഡ് സെറ്റ്, ആ പവർഫുൾ മൈൻഡ് സെറ്റ് നിങ്ങൾ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ ഫാമിലിയുടെ തലവര തന്നെ മാറ്റം നിങ്ങളായിരിക്കും.
സോ ആ ഒരു മൈൻഡ് സെറ്റ്, ഒറ്റ കാര്യം മാത്രം നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് പറയാം. നിങ്ങളുടെ മനസ്സിനോട് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക, ഐ എം ഗെറ്റിംഗ് റെഡി ഫോർ മൈ ഫൈനൽ എക്സാം. ഞാൻ എൻ്റെ പരീക്ഷ തയ്യാറാക്കുന്ന ആളാണ്. ഇന്നേ ഒരു ചാപ്റ്റർ പഠിച്ചു, നാളെ 2 പഠിക്കും. ഫൈനൽ എക്സാമിന്റെ തലേ ദിവസം വരെ ഞാൻ പ്രിപ്പയർ ചെയ്യും, പരീക്ഷ ഞാൻ എഴുതും. ഇതിന് റെഡി ആണെങ്കിൽ എഴുതി വെച്ചോ. SLC എക്സാം അല്ല, എല്ലാ പരീക്ഷയും നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾ എഴുതും. നിങ്ങൾ 9 എഴുതും, അടുത്ത വർഷം 10 എഴുതും. ഒരിക്കലും നിങ്ങൾ പരാജയപ്പെടില്ല. സോ ആ ഒരു മൈൻഡ് സെറ്റ്, പോസിറ്റീവ് മൈൻഡ് സെറ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുക. എന്തെങ്കിലും സംശയങ്ങൾ, ഇനിയും സാറേ എനിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് ഇനി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ഒരു സംശയമാണ്, നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് ചെയ്യാം. എൻ്റെ നിഹാൽ പെർസ്പെക്റ്റീവ് എന്ന എൻ്റെ ഇൻസ്റ്റയിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ അവിടെ ഞാൻ സൊല്യൂഷൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതുപോലെ നിങ്ങൾ താഴെ കമന്റ് ചെയ്തോ. ഈ ചാനൽ 9ാം ക്ലാസ്സിലെ ചാനൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുള്ള ചാനലാണ്. നിങ്ങളെ എക്സാം ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾ മെന്റലി ഫിസിക്കലി നിങ്ങളെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് നിർബന്ധമായി നിങ്ങൾ താഴെ കമന്റ് ചെയ്യേണ്ട കാര്യം, ഐ ആം ഗെറ്റിംഗ് റെഡി ഫോർ മൈ ഫൈനൽ എക്സാമിനേഷൻ ആൻഡ് ദ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക. പരീക്ഷയെ നിങ്ങൾ എന്ത് ചെയ്യണം, കീഴ്പ്പെടുത്തണം.